പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏറെ വ്യത്യസ്തമായ ഒരു പത്രവാർത്തയാണ് കാണാൻ കഴിയുന്നത്. നിത്യലഹരിക്കാർക്ക് ഇനി മഹല്ല് വിലക്ക്. താമരശ്ശേരി. ലഹരി ഉപയോഗം സാമൂഹിക വിപത്തായി മാറിയതോടെ ശക്തമായ നടപടികളുമായി പുതുപ്പാടി പഞ്ചായത്തിലെ മഹല്ല് കമ്മിറ്റികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർക്ക് വിവാഹ ആവശ്യത്തിനായി മറ്റ് മഹല്ലുകളിലേക്ക് സ്വഭാവശുദ്ധി സാക്ഷ്യപത്രം നൽകില്ല. ഒരുവിധ ലഹരി കുറ്റകൃത്യങ്ങളിലും ഉൾപ്പെട്ടിട്ടില്ലെന്ന് ഉറപ്പുവരുത്തും. സമൂഹത്തെ വെല്ലുവിളിച്ച് ലഹരി കുറ്റകൃത്യങ്ങളിൽ നിരന്തരം ഏർപ്പെടുന്നവരെ മഹല്ല് തലങ്ങളിൽ ബഹിഷ്കരിക്കും. കട്ടിപ്പാറ വേനക്കാവിൽ ലഹരിക്കടിമയായ മകൻ ഉമ്മയെ വെട്ടി കൊന്നതിൻ്റെയും പുതുപ്പാടി നാക്കിലമ്പാടിയിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നതിൻ്റെയും പശ്ചാത്തലത്തിലാണ് പ്രദേശത്തെ മഹല്ല് കമ്മിറ്റികൾ ചേർന്ന് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. മഹല്ലുകളിൽ ബഹുജന കൂട്ടായ്മയും യുവാക്കളുടെ കൂട്ടായ്മയും രൂപവൽക്കരിക്കും. സർക്കാരും പോലീസും നടത്തുന്ന നടപടികളോട് സഹകരിക്കും. കുട്ടികൾ ലഹരി ഉപയോഗശീലമുള്ളവരുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നോ എന്ന് പരിശോധിക്കണം. ഒടുങ്ങങ്ങാട്ട് മഹാം മസ്ജിദ് ഹാളിൽ മഹല്ല് രക്ഷാധികാരി വി.കെ. ഹുസൈൻകുട്ടിയുടെ അധ്യക്ഷതയിൽ വ്യാഴാഴ്ച രാവിലെയാണ് എല്ലാ വിഭാഗങ്ങളിലും പെട്ട മഹല്ല് കമ്മിറ്റികളെ പങ്കെടുപ്പിച്ച് അടിയന്തരമായി യോഗം ചേർന്നത്. വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വാർത്തയാണിത്. കാരണം ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ ഈ മദ്യലഹരിയുടെ വളരെ കൂടുതലായ വ്യാപനം വെച്ച് നോക്കുമ്പോൾ കതിരിന്മേൽ കൊണ്ട് വളം വയ്ക്കലാണിതെന്ന് നമുക്ക് സ്വാഭാവികമായി തോന്നേക്കാം. ശരിയാണത്. ഇതിന്റെ ബോധവൽക്കരണം ഉണ്ടാകേണ്ടത് കുഞ്ഞുങ്ങളിലൂടെയാണ്. ചെറിയ പ്രായം മുതൽ, ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ, പിച്ച വെച്ച് തുടങ്ങുന്ന പരുവം മുതലുള്ള ഒരു കെയർ, ഒരു ശ്രദ്ധ മാതാപിതാക്കളിൽ തുടങ്ങി അധ്യാപകരിൽ തുടങ്ങി സമൂഹത്തിന്റെ നാനാ മേഖലകളിൽ നിന്നുമുള്ള ഒരു ശ്രദ്ധയാണ് ഇതിനാവശ്യം. ഇപ്പോൾ ഈ മുതിർന്നവർക്ക് മഹല്ല് കമ്മിറ്റികൾ ഏർപ്പെടുത്തുന്ന ഈ ഒരു നിയന്ത്രണം ജയിച്ചു പോലോ പരാജയപ്പെട്ടു പോലോ അത്രയെങ്കിലുമായി എന്ന് നമുക്ക് കരുതാവുന്നതേ ഉള്ളൂ. കാരണം ഇതിൽ തന്നെ പറയുന്ന സംഭവങ്ങൾ പോലെ ഉമ്മയെ വെട്ടിക്കൊന്നവനായാലും ഭാര്യയെ കുത്തിക്കൊന്നവനായാലും അവൻ ആ തലത്തിൽ എത്തിക്കഴിയുമ്പോൾ അവന് മഹല്ലെന്ത്, മഹല്ലുകാരുടെ സഹകരണം എന്താ, മഹല്ലിന്റെ സഹകരണത്തോടുകൂടി തൻ്റെ നിക്കാഹ് കാര്യങ്ങളൊക്കെ വളരെ കൃത്യതയോടുകൂടി നടന്നാലെന്ത്, ഈ ഒരവസ്ഥയിലെത്തുന്ന ഒരു മദ്യാസക്തിയുടെ അല്ലെങ്കിൽ ഒരു ലഹരി അടിമത്വത്തിന്റെ ഒരവസ്ഥയിലാണ് മനുഷ്യനെത്തുന്നതെങ്കിൽ അവൻ ഇതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ ഒരു മഹല്ല് പോലുള്ള ഒരു പ്രസ്ഥാനം ഈ തരത്തിലൊരു മുൻകൈ എടുക്കൽ തീർച്ചയായും അതൊരു നല്ല സൂചനയാണ്. തങ്ങളാലാവുന്നതെങ്കിലും ആ വഴിക്ക് നീങ്ങാം എന്നവർ തീരുമാനിച്ചെങ്കിൽ അതിൻ്റെ നന്മ നമ്മൾ ചിന്തിക്കുക മാത്രമാണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇന്ന് ഈ പത്രവാർത്ത കണ്ടിട്ട് ഒരു സുഹൃത്ത് വിളിച്ചെന്നോട് ചോദിച്ചു, കെ.ടി. ജലീൽ എം.എൽ.എ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ടോ എന്ന്. ഇല്ല,
ഒരിക്കലുമില്ല. ശ്രീ കെ ടി ജലീൽ MLA, അദ്ദേഹം വിദ്യാസമ്പന്നനാണ്, ഡോക്ടറേറ്റുള്ള ആളാണ്, അധ്യാപകനാണ്, അദ്ദേഹം ജനപ്രതിനിധിയാണ്, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല വഹിച്ചിട്ടുള്ള ഒരു മന്ത്രി കൂടിയാണ്. അദ്ദേഹം ഈ തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് ദൗർഭാഗ്യകരമായി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. കാരണം കേരളത്തിന്റെ ഇന്നത്തെ സ്ഥിതിയിൽ ഈ ലഹരി ഒരു സമൂഹത്തെ മൊത്തം മൂടിയിരിക്കുന്ന ഒരു കറുത്ത മേഘമാണ്. ആ മേഘത്തിനടിയിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. മൊത്തം സമൂഹത്തെയും അത് മൂടിയിരിക്കുകയാണ്. ലഹരി ഉപയോഗിക്കുന്നവരെയും ആ ഉപയോഗിക്കുന്നവരുടെ ആശ്രിതരായിട്ടുള്ള കുടുംബാംഗങ്ങളെയും എല്ലാം ഇത് ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ പേര് പറഞ്ഞ് പ്രസംഗിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളിലാണ് കൂടുതൽ ലഹരി വ്യാപനം നടക്കുന്നത് എന്നുള്ള ആ ഒരു പ്രസ്താവന തികച്ചും അദ്ദേഹം ഒഴിവാക്കേണ്ടതായിരുന്നു. അതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ അജണ്ട ഉണ്ടെന്നോ അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും തൃപ്തിപ്പെടുത്താനുള്ള ഒരു ശ്രമമാണെന്നോ ആരെങ്കിലും ധരിച്ചാൽ, ആരെങ്കിലും ചിന്തിച്ചാൽ, പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം തീർച്ചയായും അത് ഒഴിവാക്കേണ്ട ഒരു കാര്യമായിരുന്നു. ഇത് പറയുമ്പോൾ പോലും ഈ സമീപ ദിവസങ്ങളായി നമ്മുടെ പോലീസ് വകുപ്പും എക്സൈസും എടുത്തിട്ടുള്ള വളരെ ഊർജിതമായ നടപടികൾ അങ്ങേയറ്റം പ്രശംസനീയമാണ്. ഒരു ദിവസം തന്നെ എത്രയോ ലഹരി മരുന്ന് വേട്ടകളാണ് പിടിക്കപ്പെടുന്നത്. നമ്മളെ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എത്രത്തോളം നാട്ടിൽ ഇത് വ്യാപനം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇതെല്ലാം ഞാൻ സൂചിപ്പിച്ചതുപോലെ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനുമൊക്കെ അതീതമായ ഒരു വിപത്തായി തന്നെ ഇതിനെ കാണണം. എന്തെങ്കിലും ഒന്ന് കേട്ടാൽ ഉടൻ അതിൽ ജാതിയും മതവും തിരയുന്ന, രാഷ്ട്രീയം ചികയുന്ന ഈ സ്വഭാവം സമൂഹം ഒഴിവാക്കണം. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് എല്ലാ തലത്തിലുള്ള ആളുകളും, അതിന് ഔദ്യോഗിക പദവി വേണമെന്നില്ല, മറ്റ് ഉത്തരവാദിത്ത ബോധങ്ങളിൽ ആരും ഏൽപ്പിക്കപ്പെടണമെന്നുമില്ല, അല്ലാതെ തന്നെ ഇത് നമ്മുടെ നാടിൻ്റെ രക്ഷയ്ക്കാണ്, നമ്മുടെ ഭാവി തലമുറയുടെ രക്ഷയ്ക്കാണെന്നുള്ള ഒരൊറ്റ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി എല്ലാവരും ഒന്നടങ്കം ഇതിനെതിരെ നീങ്ങണമെന്നും ഇതിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ സഹകരണം തുടർന്നും ഉണ്ടാകണം. നിങ്ങളിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കും രേഖപ്പെടുത്തി ഇതിനെ പ്രോത്സാഹിപ്പിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.